നമസ്കാരം. ഞാൻ ബിജീഷ് പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റിനും എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മളൊരു ട്രെൻഡ് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയിൽ ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റ് നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് നമുക്ക് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പൊസിഷനിൽ നമുക്കൊരു പൊസിഷനിൽ വീക്ക്നെസ് തന്നെയാണ്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക, 21,710. ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റി ബൗൺസ് ചെയ്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലായാലും നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആയാലും താഴത്തേക്ക് വരുന്ന ഒരു സമയത്തായാലും ഈ ഒരു ലെവലിലും പിന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ലെവലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ലെവലിൽ ഇനി സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ചെയ്ത് നിലനിൽക്കുന്നത്. അതായാലും ഇതൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ബൈയുടെ റൈറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയാലും ഇപ്പോഴത്തെ ഒരു വോളറ്റാലിറ്റിയിലായാലും വളരെ ക്ലിയർ ആയിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും നമുക്ക് മാനേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഏതാണ് ഒരു റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുന്നത്, ഒരു ഓപ്പണിംഗ് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല, പക്ഷെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് 21,915 950 നിഫ്റ്റി ആയാലും ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ് നിഫ്റ്റി ആയാലും സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. കൂടുതലും ബൈക്കാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, കാരണം ഇത് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്. ഇൻ കേസ് അതായത് സപ്പോർട്ടിന്റെ അടുത്ത് വന്ന് കിട്ടുന്നൊരു ബൈക്കാണ് കൂടുതൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് അത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിലായാലും നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് 21,950. നിഫ്റ്റി ആയാലും ഇന്ന് ലാസ്റ്റ് സെക്ഷനിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരുന്നതും നിഫ്റ്റി 21,950 സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയിലായാലും റെസിസ്റ്റൻസ്, നമുക്കൊരു റെസിസ്റ്റൻസിന്റെ നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല, പക്ഷെ അതിന് മുൻപത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. നിഫ്റ്റിക്കായാലും 22,100 അടുത്താണ് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. 22,100 അടുത്തും 22,200 അടുത്തും റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഫാള് വരുമ്പോഴൊക്കെ നമുക്ക് ഈ റെസിസ്റ്റൻസ് ലെവൽ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് നിഫ്റ്റി ഇന്ന് തട്ടി നിലനിൽക്കുന്നത്. ഇപ്പൊ നിഫ്റ്റിയിൽ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇനി മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 22,200 അടുത്താണ് റെസിസ്റ്റൻസ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇപ്പോൾ 22,100 റെസിസ്റ്റൻസ്, പക്ഷെ 22,100 മാനേജ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ചില വീഡിയോസിലും സൂചിപ്പിച്ചിരുന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യേണ്ടപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് 22,100 താഴത്തേക്കല്ല, 22,900 താഴത്തേക്ക് നിലനിന്നാൽ മാത്രം ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി. ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് വരും ദിവസം ഓപ്പൺ ചെയ്യുന്നത് 22,100 മുകളിലാണെങ്കിൽ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകുക 22,900 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇപ്പോൾ റെസിസ്റ്റൻസിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്, 22,175 റെസിസ്റ്റൻസ് ആണ്. 22,175 അതുപോലെ തന്നെ 22,200 റെസിസ്റ്റൻസ് ആണ്. 22,175 22,200 200 മുകളിൽ വേറെ റെസിസ്റ്റൻസുകളില്ല, കാരണം അതിന്റെ മുകളിൽ ഷോർട്ട് കവറിങ് ഏരിയ ആണ്. ഇപ്പൊ അതുകൊണ്ട് വേറെ റെസിസ്റ്റൻസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ ശ്രദ്ധിക്കുക, 22,060 കൂടി താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. കേസ് ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും വീക്ക്നെസ് തന്നെയാണ് സാധ്യത. പക്ഷെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ 22,060 90
ഈ റേഞ്ചിന്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നിഫ്റ്റി അതിൽ ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഇത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് 21,950 താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ് വീക്ക്നെസ് വരുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 21,910 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 950 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് 21,830 സപ്പോർട്ടാണ്. നിഫ്റ്റിയുടെ ലോവർ ലെവൽ ഇനി കാണുന്നത് 21,830 800 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ടിൽ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിഫ്റ്റി ഇതിന്റെ താഴത്തേക്ക് വന്നാൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഉടനെ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഏരിയയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഡേഞ്ചർ ആണ്. അതുപോലെ നിഫ്റ്റി ഇനി 21,800 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസിന്റെ സാധ്യത കാണുന്നുണ്ട്. നമ്മൾ മുൻ ദിവസങ്ങളിൽ മുൻ ആഴ്ചകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവല് 21,500 അടുത്തേക്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യും. അപ്പൊ നിഫ്റ്റിയിൽ ആ ഒരു സപ്പോർട്ട് ലെവലിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഓരോ സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബൗൺസ് നടത്തിയിട്ടാണ്. ഇത് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. അപ്പൊ എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് നമ്മൾ നൽകുന്നത് എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഇൻ കേസ് ഒരു ഫാള് വന്നാലും ആ ഒരു റൈറ്റ് ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റിയിലായാലും ആ ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി വരുന്നത്, ആ ഒരു ബൗൺസ് വരുന്നത്. അപ്പൊ വരും ദിവസങ്ങളായാലും ഈ ഒരു സപ്പോർട്ട് ലെവൽ അനുസരിച്ച് മാനേജ് ചെയ്താൽ നിഫ്റ്റിനെ ഈസി ആയിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ ആയാലും ബാങ്ക് നിഫ്റ്റിയും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും ഓപ്പൺ ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. 46,750 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. ആ റെസിസ്റ്റൻസിന്റെ ഓപ്പണിംഗ് കാലിൽ തന്നെ അതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. 46,970 വരെ മാർക്കറ്റിൽ മൊമെന്റം കിട്ടി. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതിന് ശേഷമായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫാള് വന്നതായാലും ഈ ഒരു ലെവലിലായാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. അതായത് 46,595 ഇതൊരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ. ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ 595 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, അപ്പൊ 595 ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് അവസാനത്തെ ഒരു സെക്ഷനിൽ ഒന്ന് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് 46,600 താഴെ 600 അല്ല നമ്മൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 46,595 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഓപ്പണിങ്ങിലെ ഒരു ബൈ മൊമെന്റം അല്ലെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ലെവല് 46,875 റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. 46,750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഈ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്, തുടർച്ചയായിട്ട് റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 46,595 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും 750 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്യണം. എന്നാലാണ് ആ ഒരു ബൈക്ക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നിടത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്.
ഇതിന്റെ മുകളിൽ 750 മുകളിലായാലും 46,875 റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിം യൂട്ടിലൈസ് ചെയ്യാം. 250, 350 സപ്പോർട്ടാണ്. 250 ഹോൾഡ് ചെയ്ത് 350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 250 താഴെ ശ്രദ്ധിക്കുക, 250 താഴെ കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് വീക്ക്നെസ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 250 ഹോൾഡ് ചെയ്ത് 350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഷോർട്ട്സിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യുക. ലോവർ ലെവലിൽ ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. 250 താഴെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.